4/10/2024 സ്കൂൾ തലത്തിൽ നടത്തിയ പ്രതിവാര പരീക്ഷയുടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. കടും തവിട്ടു നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകളാണ് മറ്റ് ജീവികളിൽ നിന്നും കടുവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 12 വയസ്സാണ് കടുവകളുടെ ആയുർദൈർഘ്യം. വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ മികച്ച കടുവ സങ്കേതങ്ങളിൽ ഒന്നാണ്. കടുവകൾ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത്. ദീർഘനേരം ഇമ വെട്ടാതെ നോക്കിയിരിക്കാൻ കടുവകൾക്ക് കഴിയും. ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് കടുവകൾ അധിവസിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പതിയിരുന്ന് വേട്ടയാടുന്ന മൃഗങ്ങളാണ് കടുവകൾ. രാത്രിയിൽ കടുവകൾക്ക് മനുഷ്യനേക്കാൾ 6 ഇരട്ടി കാഴ്ചശക്തി കൂടുതലാണ്. നിരവധി ശബ്ദങ്ങളിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് കടുവകൾക്ക് ഉണ്ട്. ഇന്ത്യയിൽ 54 കടുവാ സങ്കേതങ്ങൾ ഉണ്ട്. കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ. 1973 ഈ പദ്ധതി ആരംഭിച്ചത്. ഇനി നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചല്ലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം. മറ്റ് ജീവികളിൽ നിന്ന് കടുവയെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം? മുകളിൽ കൊടുത്തിട്ടുണ്ട് കടും തവിട്ടു നിറത്തിലുള്ള ശരീരത്തിന് കുറുകെയുള്ള കറുത്ത വരകൾ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ, കടും തവിട്ടു നിറത്തിലുള്ള ശരീരത്തിന് കുറുകെ കറുത്ത വരകളുണ്ട്. രണ്ടാമത്തെ ചോദ്യം. കടുവകൾക്ക് അതിജീവിതത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, വനനശീകരണം. മൂന്നാമത്തെ ചോദ്യം. കടുവയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി, രാത്രിയിൽ കടുവകൾക്ക് കാഴ്ചശക്തി കൂടുതൽ ആണ്. അതാണ് ശരിയായ പ്രസ്താവന. ഇവിടെ മുകളിൽ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനേക്കാൾ കടുവകൾക്ക് മനുഷ്യനേക്കാൾ 6 ഇരട്ടി കാഴ്ചശക്തി കൂടുതലാണ്. ഇനി നാലാമത്തെ ചോദ്യം. എന്താണ് പ്രൊജക്റ്റ് ടൈഗർ? കടുവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ എന്ന് മുകളിൽ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി, കടുവ സംരക്ഷണ പദ്ധതി. അടുത്ത ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം. കടുവകൾ അധിവസിക്കുന്നത് ഡാഷ് പ്രദേശങ്ങളിലാണ്. ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ എന്ന് മുകളിൽ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി, ജലസാമീപ്യമുള്ള പ്രദേശങ്ങൾ. ആറാമത്തെ ചോദ്യം ഗണിതമാണ്. ചിത്രത്തിലെ പൂക്കളുടെ ആകെ എണ്ണത്തിന് തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ 4 × 3, ബി 3 × 3 × 3 × 3, സി 3 × 4, ഡി 4 × 4 × 4 × 4. ഏതായിരിക്കും ശരി? തുല്യമല്ലാത്തതാണ് എഴുതേണ്ടത്. അപ്പോൾ 4 പോട്ടുകളിൽ 3 പൂവ് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 4നെ 3 കൊണ്ട് ഗുണിക്കാം. ഒന്നെങ്കിൽ 4നെ 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എ അല്ല, തുല്യമല്ലാത്തതാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി രണ്ടാമത്തത് 4 തവണ 3 കൂട്ടിയാലും ശരി തന്നെയാണ്. 3നെ 4 കൊണ്ട് ഗുണിച്ചാലും ശരി തന്നെയാണ്. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. 4 കൂട്ടണം 4 കൂട്ടണം 4 കൂട്ടണം 4. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ചുവടെയുള്ള രൂപങ്ങൾ നോക്കൂ. വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക. നിറം നൽകിയ വട്ടത്തിനേക്കാൾ ഡാഷ് ആണ് നിറം നൽകാത്ത വട്ടങ്ങളുടെ എണ്ണം. നിറം നൽകിയ വട്ടം എത്രയാണ് ഉള്ളത്? നിറം നൽകിയ വട്ടം 4 എണ്ണമാണുള്ളത്. നിറം നൽകാത്ത വട്ടം എത്ര എണ്ണമാണുള്ളത്? 8 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ നിറം നൽകിയ വട്ടത്തിനേക്കാൾ 4 കൂടുതലാണ് നിറം നൽകാത്ത വട്ടങ്ങളുടെ എണ്ണം. ഓപ്ഷൻ ബി, 4 കൂടുതൽ. അടുത്ത ചോദ്യം. നിധി കണ്ടെത്തൽ കളി കളിക്കുകയാണ് അഖിലും കൂട്ടരും. അവർ നിധിയുടെ ചുറ്റും ഓടിക്കളിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്കൊക്കെ ദിശ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വടക്ക്, താഴ്ഭാഗത്തേക്ക് തെക്ക്, ഇടത് ഭാഗത്ത് പടിഞ്ഞാറ്, വലത് ഭാഗത്ത് കിഴക്ക്. ചോദ്യം ഇതാണ്. നിധിയുടെ കിഴക്ക് ഭാഗത്തുള്ള കുട്ടി ആരാണ്? നിധി നടുക്ക് കണ്ടല്ലോ. അപ്പോൾ നിധിയുടെ കിഴക്ക് എന്ന് പറയുമ്പോൾ വലത് ഭാഗത്ത് ആരാ ഉള്ളത്? ചന്ദ്ര അല്ലേ. ഉത്തരം ഓപ്ഷൻ സി, ചന്ദ്ര.
അടുത്ത ചോദ്യം, വിട്ടുപോയത് പൂർത്തിയാക്കൂ. അവിടെ ഒരു ചിത്രത്തിൻ്റെ ആരോ മാർക്കിട്ട പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 10ാമത്തെ ചോദ്യം, ചിത്രം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ നീളമുള്ള ജോഡികൾ ഏതൊക്കെ? ഒരേ നീളം എങ്ങനെ കണ്ടെത്താം? വരകൾ മുട്ടുന്ന നോക്കിയാൽ മതി. അപ്പോൾ ബി 2 വരക്ക് മുട്ടിയിട്ടുള്ളത്, സിയും 2 വരക്ക് മുട്ടിയിട്ടുള്ളത്. അപ്പം ബിയും സിയും ഒരേ ജോഡിയാണ്. ബി സി ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബി സി കൊടുത്തിട്ടില്ല, ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾക്ക് വേണ്ട. ഇനി അടുത്ത ഒരേ നീളമുള്ള ജോഡികൾ ഏതാ ഉള്ളത്? ഡി 3 വരക്ക് മുട്ടുന്നുണ്ട്. ഇയും 3 വരക്ക് മുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ജോഡിയായി കൊടുക്കാം. ഇത് ഓപ്ഷനിൽ ഉണ്ടല്ലേ, ഡി ആൻഡ് ഇ ഉണ്ടല്ലോ ഓപ്ഷനിൽ. ഇതാ രണ്ടാമത്തെ ബി ഓപ്ഷൻ, ഡി ആൻഡ് ഇ. അപ്പോൾ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചതുരം ഏത്? അതെല്ലാവർക്കും അറിയാം അല്ലേ, ചതുരം ഏതാണ്? ഓപ്ഷൻ ബി. 12ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്നതിൽ വാർത്താവിനിമയവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഏതാണ് വാർത്താവിനിമയവുമായി ബന്ധമില്ലാത്തത്? കാറല്ലേ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, ആശുപത്രി പരിസരത്തുള്ള റോഡിൽ കാണാറുള്ള അടയാള ബോർഡ് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏതാണ്? ആശുപത്രിയിൽ നമ്മൾ പ്ലസ് ആണ് സാധാരണ കാണുക, ഇവിടെ പ്ലസ് കാണുന്നില്ല അല്ലേ, അടയാള ബോർഡാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി, അതായത് സൗണ്ട് ഇല്ലാതെ പോകണം, നോൺ ഹോണിലെ നോ ഹോൺ, അതാണ് ഈ സിമ്പല്. അടുത്ത ചോദ്യം, 14, ഭക്ഷണശാലകളിൽ പ്രദർശിപ്പിക്കാൻ അനുയോജ്യമായ മുദ്രാവാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആഹാരം പാഴാക്കരുത്. 15ാമത്തെ ചോദ്യം, പൂക്കളിൽ നിന്നാണല്ലോ കായ്കൾ ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പൂക്കളിൽ നിന്നും കായ്കളായി മാറാത്തത് ഏത്? ഏതാണ്? മാങ്ങ പൂവായിട്ട് മാങ്ങയായിട്ട് മാറുന്നു, മത്തൻ പൂവിൽ നിന്ന് മത്തനായിട്ട് മാറുന്നു, വെണ്ട പൂവിൽ നിന്ന് വെണ്ടയ്ക്കായിട്ട് മാറുന്നു, മുല്ല പൂവിൽ നിന്ന് വേറെ കായായിട്ട് മാറുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, മുല്ലയാണ് കേട്ടോ. ആൻസർ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആൻസർ കീ ഇതാണ്. എല്ലാവർക്കും ഒന്നുകൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇനിയും മോഡൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്